ദിവ്യാത്മാക്കൾക്കെല്ലാം വിനീതമായ നമസ്കാരം. ഈ ലോകത്തിൽ മനുഷ്യൻ ധനത്തിന് വേണ്ടി എന്തും ചെയ്യാൻ മടിക്കാത്ത ഒരു കാലഘട്ടമാണ്. കാരണം എല്ലാ സുഖത്തിൻ്റെയും ഉറവിടം ധനമാണ് എന്ന് തെറ്റിദ്ധരിച്ചിരിക്കുന്നു. ധനം ഈ ദേഹം നിലനിർത്താനുള്ള ഒരു ഉപഭോഗം മാത്രമാണ്. ദേഹം നിലനിർത്താൻ ധനം കൂടിയേ കഴിയൂ. അതുകൊണ്ടാണ് ധർമ്മത്തെ നിലനിർത്തുന്ന മഹാവിഷ്ണുവിൻ്റെ ഭാര്യ മഹാലക്ഷ്മിയായി കണക്കാക്കുന്നത്. മഹാലക്ഷ്മി ധനത്തിൻ്റെ ദേവതയാണ്. പരിപാലനം നടത്തണമെങ്കിൽ ധനം കൂടിയേ കഴിയൂ. അതുപോലെ ഈ ശരീരം നിലനിർത്തണമെങ്കിൽ ഈ പ്രകൃതിയിൽ നിന്നുള്ള ഭോഗവസ്തുക്കൾ സ്വീകരിച്ചു വേണം ഇതിനെ നിലനിർത്താൻ. അതിന് മാത്രമേ അത് പറ്റൂ. എന്നാൽ ജീവിതത്തിൻ്റെ ലക്ഷ്യം ധനസമ്പാദനം മാത്രമല്ല. ധനം സമ്പാദിക്കുന്നത് ദേഹത്തെ നിലനിർത്താൻ, ദേഹത്തെ നിലനിർത്തുന്നത് ദേഹിയെ അറിയാൻ. ഈ ദേഹത്തിൽ അധിവസിക്കുന്ന ശക്തി ഏതോ അതിനെ തിരിച്ചറിയാനാണ് നമ്മൾ ദേഹത്തെ ഉപയോഗിക്കേണ്ടത്. അതിനുവേണ്ടി ദേഹം നമ്മൾ നിലനിർത്തണം. ദേഹമുള്ളപ്പോൾ മാത്രമേ അതറിയാൻ സാധിക്കുകയുള്ളൂ. എന്നാൽ ഇന്ന് മനുഷ്യൻ ചെയ്യുന്ന പെക്കൂത്തുകൾ എന്തൊക്കെയാണ് എന്നൊന്ന് കേട്ടു നോക്കൂ. അർത്ഥം കിട്ടും കാര്യം എന്നൂ കണ്ടാൽ കത്തിയെടുത്തു കടുത്തറുത്തിടും. അർത്ഥവാനും പഠിച്ചോനും മറ്റു മർത്യന്മാർ ചെയ്വതും എന്തൊരാശ്ചര്യം. ഒന്ന് വിചിന്തനം ചെയ്യേണ്ട ഒരു സുഭാഷിത രത്നമാണ് ഇത്. അർത്ഥം കിട്ടും കാര്യം എന്നൂ കണ്ടാൽ, അർത്ഥം കിട്ടും സമ്പത്ത് കിട്ടും എന്ന് കണ്ടാൽ എന്തും ചെയ്യാൻ മടിക്കില്ല. കത്തിയെടുത്തു കടുത്തറുത്തിടും. ഇതാരാ ചെയ്യുന്നത്? അർത്ഥവാനും സമ്പത്തുള്ളവനും ചെയ്യും. ആ സമ്പത്ത് കൂടുതൽ വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട്. വിദ്യാഭ്യാസമുള്ളവരുണ്ട്, പഠിച്ചവര്, അവരും ചെയ്യും. അർത്ഥവാനും പഠിച്ചോനും മറ്റു മർത്യന്മാർ ചെയ്വതിൽ എന്തൊരാശ്ചര്യം. അർത്ഥവാനും ചെയ്യും, പഠിച്ചവരും ചെയ്യും. പിന്നെ ഇതൊന്നുമില്ലാത്തവർ ചെയ്യുന്നതിൽ എന്താണ് അത്ഭുതം? അറിവിൻ്റെ അഭാവം മാത്രമാണത്. അറിവ് എന്നാൽ ആത്മാവ്. ആത്മാവിനെ സംബന്ധിച്ച അറിവില്ലായ്മയാണ് ഈ അനർത്ഥങ്ങളെല്ലാം ചെയ്യാനും ഇതിനെല്ലാം കാരണമായിരിക്കുന്നതും. നമ്മുടെ മനസ്സിൽ സ്നേഹം നിറച്ചു വെച്ചാൽ ആ സ്നേഹം സർവരിലേക്കും ഒഴുകുമ്പോൾ എന്തെന്നില്ലാത്ത നിർവൃതി, സന്തോഷം, ആനന്ദം, ഇതൊക്കെയായിരിക്കും നമുക്കനുഭവം. ആ സ്ഥാനത്ത് തുച്ഛമായ നിസാരമായ ഒരു സമ്പത്തിന് വേണ്ടി ഒരു ജീവനെ ആ ശരീരത്തിൽ നിന്നും ആട്ടി ഓടിക്കുക എന്ന് പറയുന്നത് എത്ര പ്രമാദം നിറഞ്ഞ ഒന്നാണെന്നൊന്ന് ആലോചിച്ചു നോക്കൂ. അതുകൊണ്ടാണ് അഹിംസ പരമോ ധർമ്മ എന്ന് പറയുന്നത്. ഏറ്റവും പരമമായ ധർമ്മം അഹിംസയാണ്. അഹിംസാ പരിപാലനമാണ് നാം ഓരോരുത്തരും അനുഷ്ഠിക്കേണ്ടത്. അഹിംസ എന്നാൽ കത്തിയെടുത്ത് കൊല്ലാതിരിക്കൽ മാത്രമല്ല, മറ്റുള്ളവരുടെ കാര്യത്തിൽ ഇടപെടുന്നതും മറ്റുള്ളവർക്ക് ദുഃഖം വരുന്ന വിധത്തിൽ ചിന്തിക്കുന്നതും പറയുന്നതും ഹിംസ തന്നെയാണ്. അതിനാൽ അഹിംസോ പരമോ ധർമ്മ, അതായിരിക്കട്ടെ നമ്മുടെ എല്ലാം ജീവിതത്തിൻ്റെ പരമമായ ലക്ഷ്യം. ഒരു ജീവിയെ കാണുമ്പോൾ അതിൻ്റെ കണ്ണിലേക്കൊന്ന് നോക്കൂ. ആ കണ്ണിലൂടെ സർവേശ്വരൻ നമ്മെ ഉറ്റുനോക്കുന്നതും ആയിട്ട് ഒന്ന് ഭാവിച്ചു നോക്കുക. അതിനെ എടുത്ത് ലാളിക്കാൻ മാത്രമേ നമുക്ക് തോന്നുകയുള്ളൂ. ഒരിക്കലും
അതിൻ്റെ കഴുത്തറുക്കാനോ അതിനെ വേദനിപ്പിക്കാനോ അതിനെ ആട്ടിയോടിക്കാനോ നമുക്ക് തോന്നുകയില്ല. ഈ ലോകത്തിൽ ശത്രുവായി ഒന്നും ജനിച്ചിട്ടില്ല. നമ്മുടെ മനസ്സാണ് ശത്രുവാക്കി മാറ്റുന്നത്. മറ്റൊരാൾ നമ്മുടെ ശത്രു എന്ന് നാമാണ് കൽപ്പിക്കുന്നത്. നമ്മുടെ മനസ്സിലെ പോരായ്മകളാണ് മറ്റൊരാളെ ശത്രുവായി കാണുന്നത്. ഈ പോരായ്മകൾ നികത്തിക്കഴിഞ്ഞാൽ നമുക്കെല്ലാത്തിലും അന്തര്യാമിയായിരിക്കുന്ന പരമേശ്വരനെ കാണാൻ സാധിക്കും. യേശുദേവനെ കുരിശിലടിച്ച സമയത്തും അദ്ദേഹം എന്താണ് പറഞ്ഞത്? ഇവർ ചെയ്യുന്നത് എന്താണെന്നറിയില്ല, ഇവരോട് പൊറുക്കേണമേ എന്ന്. അറിവില്ലായ്മ കൊണ്ടാണ് അവർ ഇദ്ദേഹത്തെ ശിക്ഷിക്കുന്നതും കുരിശിലേറ്റുന്നതും. പക്ഷേ അറിവ് കിട്ടിക്കഴിയുമ്പോൾ അദ്ദേഹം കൊടുത്ത സ്നേഹത്തിൻ്റെ ചെറിയ ഒരു കണികയെങ്കിലും തിരിച്ചു കൊടുക്കാൻ ഇവർക്കാവുമായിരുന്നു. അത് കഴിയാത്തത് അധർമ്മത്തിൻ്റെ വിളയാട്ടമാണ്. അർത്ഥം കിട്ടും കാര്യം എന്നൂ കണ്ടാൽ കത്തിയെടുത്തു കഴുത്തറുത്തിടും. അർത്ഥവാനും പഠിച്ചോനും മറ്റു മർത്യന്മാർ ചെയ്വതിൽ എന്തൊരാശ്ചര്യം. ഹരേ കൃഷ്ണ.